എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നാഗ്പൂരിൽ നടന്ന ഇന്ത്യ-ന്യൂസിലൻഡ് ആവേശകരമായ ഒന്നാം T20 പോരാട്ടത്തിനു ശേഷം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്നതും വികാരഭരിതവുമായ വെളിപ്പെടുത്തലുമായി ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാന്റ്നർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ ഉയർത്തിയ 238 റൺസ് എന്ന ഹിമാലയൻ വിജയലക്ഷ്യം കണ്ട് അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയ കിവീസ് നായകൻ മത്സരശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ തന്റെ തോൽവി സമ്മതിക്കുക മാത്രമല്ല, ഇന്ത്യൻ ടീമിന്റെ കരുത്തിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. സാന്റ്നറുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് നിരാശയേക്കാൾ ഉപരി ഇന്ത്യൻ ക്രിക്കറ്റിനോടുള്ള അഗാധമായ ബഹുമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ മത്സരത്തിനു ശേഷം എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ മടിയില്ല. സ്വന്തം നാട്ടിൽ കളിക്കുന്ന ഈ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുക എന്നത് നിലവിൽ അസാധ്യമായ കാര്യമാണെന്ന് സാന്റ്നർ തുറന്നടിച്ചു. തോൽവി മുന്നിൽ കണ്ടിട്ടും അത് മറികടക്കാൻ ഇന്ത്യക്ക് കരുത്തുള്ളെന്നും എതിരാളികളുടെ കയ്യിലിരിക്കുന്ന മത്സരം പോലും നിമിഷനേരം കൊണ്ട് തട്ടിയെടുക്കാൻ കെൽപ്പുള്ള മാച്ച് വിന്നർമാർ ഇന്ത്യക്കുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു. ഈ മത്സരത്തിലെ വിജയശില്പികളായ അഭിഷേക് ശർമ്മയെയും റിങ്കു സിംഗിനെയും കുറിച്ചായിരുന്നു സാന്റ്നർക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുണ്ടായിരുന്നത്. പവർ പ്ലേയിൽ ന്യൂസിലൻഡ് ബൌളിംഗ് നിരയെ പിച്ച് ചീന്തിയ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗിനെ വിധ്വംസകമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. വെറും 35 പന്തിൽ 84 റൺസ്. അഭിഷേക് ശർമ്മയുടെ ആ വെടിക്കെട്ട് പ്രകടനം ഞങ്ങളുടെ ബൌളർമാരെ മാനസികമായി തളർത്തിക്കളഞ്ഞു. ബൌളറുടെ പേര് നോക്കാതെ പന്തിന്റെ മെറിറ്റ് മാത്രം നോക്കി ആക്രമിക്കുന്ന അഭിഷേകിന്റെ ശൈലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാണെന്നും സാന്റ്നർ പറഞ്ഞു. എന്നാൽ കിവീസ് ടീമിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് റിങ്കു സിംഗിന്റെ ഫിനിഷിംഗ് ആയിരുന്നു. മത്സരം തിരിച്ചുപിടിക്കാമെന്ന് കരുതിയ സമയത്താണ് റിങ്കു ക്രീസിലെത്തിയത്. പിന്നീട് കണ്ടത് വെറും 20 പന്തിൽ 44 റൺസിന്റെ ഒരു കൊടുങ്കാറ്റായിരുന്നു. 220-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന റിങ്കുവിനെതിരെ ഫീൽഡ് സെറ്റ് ചെയ്യുക എന്നത് ഏതൊരു ക്യാപ്റ്റനും അസാധ്യമാണെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷറായി റിങ്കു മാറിക്കഴിഞ്ഞുവെന്നും സാന്റ്നർ സമ്മതിച്ചു. എന്നാൽ ഈ വാർത്താസമ്മേളനത്തിലെ ഏറ്റവും വികാരനിർഭരമായ നിമിഷം ഇതൊന്നുമല്ലായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളായ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും കുറിച്ച് സാന്റ്നർ പറഞ്ഞ വാക്കുകൾ കേട്ട് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകന്റെയും നെഞ്ച് വികസിച്ചു പോകും. അതിങ്ങനെയായിരുന്നു: ഞാൻ ഇന്ന് ന്യൂസിലൻഡ് ടീമിനെ നയിക്കുന്നുണ്ടെങ്കിലും നായകത്വത്തിന്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത് രോഹിത്തിൽ നിന്നും വിരാടിൽ നിന്നുമാണ്. കളിക്കളത്തിലെ അതീവ സമ്മർദ്ദഘട്ടങ്ങളിൽ പോലും മഞ്ഞുപോലെ ശാന്തനാകാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും ഞാൻ പഠിച്ചത് അവരെ കണ്ടാണ്. ഒരു ചെസ് കളിക്കാരനെ പോലെ കളി മുൻകൂട്ടി കാണാനുള്ള രോഹിത്തിന്റെ കഴിവും ജയിക്കാനുള്ള വിരാട് കോഹ്ലിയുടെ ആ തീപ്പൊരി ആവേശവും എന്നെ എപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഗ്രൗണ്ടിൽ ഞാൻ നിസ്സഹായനായി നിന്നപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ അവർ എങ്ങനെയാണ് നേരിടുക എന്ന് ഞാൻ ആലോചിച്ചുപോയി. സാന്റ്നറുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ കളിക്കുക എന്നത് വെറും 11 കളിക്കാരെ നേരിടുക മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വലിയൊരു പാരമ്പര്യത്തോടും ചരിത്രത്തോടും പോരാടുക കൂടിയാണെന്ന് അദ്ദേഹം തത്വശാസ്ത്രപരമായി പറഞ്ഞു. സ്വന്തം ടീമിന്റെ പിഴവുകളെക്കുറിച്ചും സാന്റ്നർ മൗനം പാലിച്ചില്ല. ന്യൂസിലൻഡ് ബൌളർമാർ അച്ചടക്കമില്ലാതെ വൈഡുകളും നോ ബോളുകളും എറിഞ്ഞതും ഫീൽഡിംഗിലെ പിഴവുകളും ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. മറുപടി ബാറ്റിംഗിൽ ജസ്പ്രീത് ബുംറയുടെ മാരകമായ യോർക്കറുകളും വരുൺ ചക്രവർത്തിയുടെ മാന്ത്രിക സ്പിന്നും കിവീസ് ബാറ്റ്സ്മാൻമാരുടെ കൈകാലുകൾ ബന്ധിച്ചു. 239 എന്ന കൂറ്റൻ സ്കോർ പിന്തുടരാൻ സാധിക്കാതെ തങ്ങൾ പരാജയം സമ്മതിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പോലും ഇന്ത്യൻ ടീമിന്റെ ഈ പ്രകടനത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും സാന്റ്നറുടെ ഈ തുറന്നുപറച്ചിൽ തെളിയിക്കുന്നത് ഒന്നു മാത്രം: അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ ഒരു അജയ്യ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നതാണ്. ഇതിലും മികച്ച പോരാട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ കളിയുടെ യഥാർത്ഥ ഹീറോ ആരാണ്? തുടക്കത്തിൽ തകർത്തടിച്ച അഭിഷേക് ശർമ്മയോ, അതോ ഫിനിഷിംഗിൽ വിസ്മയിപ്പിച്ച റിങ്കു സിംഗോ, അതോ സൂപ്പർമാൻ സഞ്ജുവോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.